अटक पटक दिम कड़ी करे डोल पैया तमसा उठा पार तमसा अप्सकल मालिया सना लड्डो ശബ്ദം കുറയ്ക്ക് ശബ്ദം कन्ने गंगम्मा मरमल कर कये पारम्मा एन्नल्लाद विलक्करियम्मा पन्ने गंगम्मा मरमल कर कये पारम्मा अटक पटक दिम कड़ी करे डोल पैया तमसा उठा पार तमसा പതുക്കെ പതുക്കെ ഞാൻ ആ പറഞ്ഞു വന്നിട്ടുള്ളതിൻ്റെ അതിൻ്റെ ഒഴുക്ക് പോയി. ചൊല്ലേ. അതായത് മലയാളത്തിലൊരു പടം രസതന്ത്ര പടം. രസതന്ത്രം. ആ இப்படி ஒரு படம் இருக்குதா? ആ സത്യനന്ദിക്കാരൻ്റെ പടം. അപ്പോൾ വീട്ടിലങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു കോള്. ആര്? ഇവിടെ ലാലു. ലാലുവാ? ഏത് ലാലു? ഇവിടെ മോഹൻലാല്, സിനിമയിലെ മോഹൻലാല്, മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ. ആ മോഹൻലാല്. ഞാൻ ഫോൺ എടുത്തിട്ട് ചോദിച്ചു, എന്തേ ചോദിച്ചു. അപ്പൊ പുള്ളി പറയണേ, എന്നെ ഒന്ന് സഹായിക്കണം. മോഹൻലാല് എന്നോട് ചൊല്ലിച്ച് സഹായിക്കണമെന്ന്. അതെ. എന്താണെങ്കിലും എന്താ വിഷയം? എന്താ വിഷയം ചോദിച്ചപ്പോ പറഞ്ഞു, സത്യന്റെ ഒരു പടം വരുന്നുണ്ട്. അപ്പോ അതിൽ ആശാരിയായിട്ടാണ് അഭിനയിക്കേണ്ടത്. അപ്പൊ അതിന്റെ സ്വഭാവമൊക്കെ ഒന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം എന്ന് എന്നോട് പറഞ്ഞു. ലാലു പറഞ്ഞു. നമുക്കൊരു സന്തോഷം ഉള്ള കാര്യമാണല്ലേ. അപ്പൊ ഞാൻ നേരെ പോയി അവിടെ അവരുടെ ഈ സിനിമയൊക്കെ പിടിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഞാൻ കുറെ കാര്യങ്ങളൊക്കെ കാണിച്ചെടുത്തു. അപ്പോ ആള് ഭയങ്കര മിടുക്കനാ. നല്ല മണിയായിട്ട് പറഞ്ഞ പോലെ ചെയ്തു. അളിയ അപ്പൊ നടിക്കണമെന്ന് ഒരു ചാൻസ് കേട്ടിട്ടില്ല. പക്ഷെ പറഞ്ഞ അത്രയും വന്നിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, അങ്ങനെയുള്ളൂ. അത് അവര് എന്നെ മോശം കിട്ടും. നമുക്കൊരു ചാൻസ് ചോദിക്കലാമല്ലേ? അത് വേറെ കഥ. അഭിനയിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി പറഞ്ഞു, അസുട്ടേ ഒന്നിവിടെ വരൂ എന്ന് പറഞ്ഞിട്ടേ, ഞാൻ ഇപ്പൊ ഈ സീനില് എന്റെ കൂടെ ഒന്ന് അഭിനയിക്കണം, എനിക്കൊരു വിശ്വാസം വരാനാ, എന്നെ കൂടെ അഭിനയിക്കാൻ വിളിച്ചു. ഞാൻ പറഞ്ഞേ അതിന് മാത്രം വിളിക്കരുത്, ഉപദ്രവിക്കരുത്. അപ്പടിയല്ല, അതല്ല എന്നെ കണ്ടുപ്പാரு. சூப்பர் ஸ்டார் ரஜினிகாந்த் யசமான் படத்துல தப்பட்டையில கொட்டிட்டு பாடுற ஒரு சீன் இருக்குது. அந்த சீன் வந்தபோது என்ன கூப்பிட்டேன். ஆரே ஆய் துரை. ஆரே கூப்பிட்டு? சூப்பர் ஸ்டார் ரஜினிகாந்த். துரை என்ன வந்து ஹெல்ப் பண்ணணும், அந்த பாட்டு சீன்ல தப்பட்டை அடிக்கிற சீன் இருக்குது, எனக்கு கொஞ்சம் சொல்லி கொடுன்னு சொல்லி. நான் என்ன சொல்ல தெரியுமா? நான் சொல்லி தரேன், ஆனா எனக்கு நடிக்கிறதுக்கு ஒரு சான்ஸ் வேணும்னு சொல்லி. அது முடியாதுன்னு சொன்னா நான் சொன்னா என்ன சொல்லி தர முடியாதுன்னு. அதுதான் துரை. അടക്കപ്പടക്ക തിമ്പ് ഗുഡ് വിട്ടോണ്ടിരിക്കുക. ഏട്ടാ എന്താ നിങ്ങൾ ഇന്നും കുടിച്ചിട്ടാണല്ലേ വന്നേ? രാവിലെ എന്തും പറഞ്ഞ ഇവിടുന്ന് പോയത്? രാവിലെ എന്തും പറഞ്ഞാ നിങ്ങൾ ഇവിടുന്ന് പോയത്? എന്ത് പറഞ്ഞാ പോയത്? നാളെയാണ് കുട്ടികളുടെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ. അയ്യോ ദൈവമേ, നാളെയാണത്. ദൈവമേ, കിട്ടിയ പൈസ മുഴുവൻ കുടിച്ചു തീർത്തോ? നാളെ അമ്മു ശ്രീകൃഷ്ണൻ ആടുறதா? അതെ. അത് അളിയ சொல்லவே இல்லையா എൻകിட்ட? ദേ അണ്ണാ, നിങ്ങൾ രണ്ടാളും ഒരു സെറ്റാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മിണ്ടാതിരുന്നോ? ഏട്ടാ എന്നോടൊരു മറുപടി പറ. നാളെ ഞാൻ പിള്ളേരെ എന്നിട്ട് ഇവിടുന്ന് വിടും. നാളെ അല്ലേ? നാളെയാണ്. അപ്പൊ എന്ത് ചെയ്യും? നാളെ എന്തെങ്കിലും ചെയ്താ പോരാ അല്ലേ? ഏട്ടാ നിങ്ങൾക്ക് എന്താണ് ഭ്രാന്താണോ? രാവിലെയാണ് പിള്ളേർക്ക് പോകേണ്ടത്. എടി നാളെ എന്തെങ്കിലും ചെയ്യാ. ഇന്നിപ്പോ അങ്ങനെ പറ്റിയത് നിങ്ങൾ കാശ് മുഴുവൻ കുടിച്ചു തീർത്തില്ലേ? അത് മറന്നതാണ് കുട്ടിയെ, ഞാൻ മറന്നുപോയത്. അത് നിങ്ങൾ നേരെ നിൽക്ക്, കൊടുത്ത് ഡാൻസ് കളിക്കുന്നത്. നാളെ ചെയ്യാം മല്ലി, തെരിയില്ല എനിക്ക്. അളിയ എങ്ങിട്ട് சொல்லல, മറന്നതാണ്. മാറിക്ക അങ്ങോട്ട്. மல்லி இது பாரு, நத்தோலி மார்க்கெட்ல கடைசியில் இருந்தது 50 ரூபாய்க்கு கிடைச்சிச்சு. பகலா இருந்தா 150 ரூபா கொடுக்கணும் லாபம். இது கொண்டு போய் குழம்பு போய் நமக்கு சாப்பிடலாம். ഞാൻ ഈ നട്ടുപാതിരിക്ക് മീൻ വെക്കണോ? നടക്കണ കാര്യം പറ. ഇങ്ങനെ ഒരു മനുഷ്യനെ കെട്ടിയത്.
ഇത് എന്നെ കൊണ്ടുപോയത് അതാ തെങ്ങിന്റെ ചോട്ടിലേക്ക് ഇട് തെങ്ങിന് വളം